ഊട്ടോളി രാമൻ എന്ന ആനയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ആനയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് മാതാ അമൃതാനന്ദമയി മഠം നൽകിയ കേസിലെ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ആനയെ താൽക്കാലിക സംരക്ഷണത്തിനായി ആമ്പല്ലൂർ സ്വദേശി ഊട്ടോളി കൃഷ്ണൻകുട്ടിക്ക് തന്നെ കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിറക്കി. 2017 രാമനെ ഊട്ടോളി കൃഷ്ണൻകുട്ടിക്ക് കൈമാറുന്നത്. അന്നു തൊട്ട് 2023 വരെ ആനയുടെ ചികിത്സയ്ക്കും ചിലവിനുമായി ഏകദേശം 3 കോടി രൂപയോളം ചിലവായിട്ടുണ്ടെന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. എന്നാൽ ആനയെ ചതിയിലൂടെയാണ് കൃഷ്ണൻകുട്ടി സ്വന്തമാക്കിയതെന്നും യഥാർത്ഥ ഉടമസ്ഥാവകാശം മഠത്തിനാണെന്നും കാണിച്ച് കൃഷ്ണൻകുട്ടിയുടെ പേരിൽ മാതാ അമൃതാനന്ദമയി മഠം ക്രിമിനൽ കേസ് നൽകിയിരുന്നു. ഈ കേസിൽ തീരുമാനമാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആനയുടെ കസ്റ്റഡി അവകാശം കൃഷ്ണൻകുട്ടിക്ക് നൽകി. ഇതിനെതിരെ മാതാ അമൃതാനന്ദമയി മഠം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഹൈക്കോടതി രാമനെ മഠത്തിന്റെ സംരക്ഷണയിൽ വിടാൻ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ കൃഷ്ണൻകുട്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലിലാണ് ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഇപ്പോൾ രാമനെ കൃഷ്ണൻകുട്ടിയുടെ സംരക്ഷണയിൽ നിർത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആൻഡമാൻ ദ്വീപിൽ നിന്നാണ് രാമൻ കേരളത്തിലേക്ക് എത്തുന്നത്. ഏകദേശം 2000-2001 കാലഘട്ടത്തിൽ തൃശൂർ ജില്ലയിലെ എലൈറ്റ് ഗ്രൂപ്പ് പാർട്ട്ണറായ സദാനന്ദൻ എന്ന വ്യക്തിയാണ് ആൻഡമാനിൽ നിന്നും 1.5 വയസ്സുള്ള ഒരു ആനക്കുട്ടിയെ വാങ്ങി മാതാ അമൃതാനന്ദമയിക്ക് സമ്മാനമായി നൽകുന്നത്. അവർ ആനക്കുട്ടിക്ക് രാമൻ എന്ന് പേരിട്ട് വിളിച്ചു. മഠത്തിലെ അന്തേവാസികളോടൊപ്പം അവരുടെ പൊന്നോമനയായി രാമൻ വളർന്നു വന്നു. അവൻ വളരുന്നതിനോടൊപ്പം പ്രായത്തിൻ്റെതായ അവൻ്റെ കുസൃതികളും വളർന്നു. ഒരിക്കൽ മതപ്പാടിൽ നിൽക്കുമ്പോൾ ചങ്ങല പൊട്ടിച്ചോടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച രാമനെ അന്ന് മയക്കുവെടി വെച്ചാണ് തളച്ചത്. നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ രാമനെ സംരക്ഷിക്കാൻ മഠത്തിന് സാധിക്കാതെയായി. അവർ രാമനെ സദാനന്ദന് തിരികെ നൽകാൻ തീരുമാനിച്ചു. മഠത്തിന്റെ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ച സദാനന്ദൻ 2017 രാമനെ ആമ്പല്ലൂരിലെ ഊട്ടോളി കൃഷ്ണൻകുട്ടിക്ക് കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെ അമൃതപുരി രാമൻ ഊട്ടോളി രാമനായി മാറി. ഏകദേശം 6 വർഷക്കാലം ഊട്ടോളി തറവാട്ടിൽ വളർന്ന രാമൻ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആന കേരളത്തിന്റെ വരുംകാല യുവരാജാക്കന്മാരിൽ ഒരുവനാണ് ഈ കരിവീട്ടിച്ചന്തമുള്ള ഗജകുമാരൻ. ഇപ്പോൾ ആനയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് കേസ് കൊടുത്തിരിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. പല ആനകളുടെയും ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ആനക്കേരളത്തിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കേസ് എങ്ങും തന്നെ എത്താതെ അവസാനം ഗവൺമെന്റിന് ആനയെ ഏറ്റെടുക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. കേസും തർക്കങ്ങളും തമ്മിൽ തല്ലും കഴിഞ്ഞ് അവസാനം ആനയെ ഇരുകൂട്ടർക്കും കിട്ടാത്ത അവസ്ഥയിലെത്താതിരിക്കട്ടെ. ആനക്കേരളത്തിൽ നിന്ന് ഒരു ദളം കൂടെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ആരുടെ ഉടമസ്ഥതയിലായിരുന്നാലും രാമന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.